ദൈവത്തിലെ ഇന്ന് സന്തോഷത്തിൻ്റെ വാർത്ത പരിശുദ്ധാത്മാവ് കേൾപ്പിക്കും. ആ നിലവാരത്തിൽ വചനത്തിൻ്റെ വാതിൽ ദൈവം തുറന്ന് ഹൃദയതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദർശനത്തിൻ്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യവാ. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദൂത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഹൃദയതലങ്ങളിൽ പകരുക. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ജീവിതങ്ങളിൽ അത് വിടുതലായി മാറുമെന്ന നിശ്ചയമാണ്. ദർശനത്തിന് അവധി കഴിഞ്ഞിരിക്കുന്നു. വചനം പറയുന്നു, ദൈവം ദർശനത്തിന് അവധി വെച്ചിരുന്നു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ, തരാമെന്ന് പറഞ്ഞത്, പ്രവർത്തിക്കാമെന്ന് പറഞ്ഞത്, കരുതാമെന്ന് പറഞ്ഞത്, ഏതൊക്കെ കാര്യങ്ങൾ ദൈവം അങ്ങനെ നമ്മളോട് അറിയിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു അവധി ഉണ്ടായിരുന്നു. ഒരു അവധി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുന്ന നിലയിൽ ദൂത് ഇടപെടുക. ദൈവത്തിൻ്റെ വൈതലേ, അതൊക്കെ ദൈവത്തിൻ്റെ അവധിയാണ്. ആ സമയം ഒരുപക്ഷെ നമുക്ക് വലിയ ഭാരമായിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി നിരാശകളും ഹൃദയത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും, ഒത്തിരി കരയുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഉപവസിക്കുന്നു, ഒത്തിരി ദൈവത്തോട് അടുക്കുന്നു. ഇങ്ങനെ ഇപ്രകാരമുള്ളൊരു ഞെരുക്കത്തിൻ്റെ പാതയിലൂടെയൊക്കെ സഞ്ചരിച്ച് മടുത്തു പോകുന്നൊരു സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അത് അവധിക്കാലമാണെന്നൊന്ന് ചിന്തിച്ച്, അത് കർത്താവ് വെച്ചിരിക്കുന്നൊരു അവധിയായിരുന്നു. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്ന സന്തോഷത്തിൻ്റെ ദൂത് ഏതെന്ന് നിശ്ചയിച്ചോ, ദർശനത്തിൻ്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വൈതലേ, ദർശനത്തിൻ്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി ഏത് നിമിഷവും അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ഈ പ്രഭാതത്തിൽ ചെയ്യുക, ഇന്ന് ദൈവത്തിൻ്റെ കരം ചലിക്കുക, ഈ സന്ധ്യായാമത്തിൽ ചലിക്കുക, ഈ രാത്രിയുടെ യാമത്തിൽ ചലിക്കുക. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം തലയ്ക്ക് മീതെ ആ വാഗ്ദത്തം അടുത്തു വന്ന് നിൽക്കുന്നു എന്ന ഇന്ന് പരിശുദ്ധാത്മാവിന് ദൂത് വെളിപ്പെടുത്തുവാനുള്ളത്. ചില കുടുംബത്തോട് ആഴമായി ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദർശനത്തിന് അവധി കഴിഞ്ഞിരിക്കുന്നു. ആ ജോലി ലഭിക്കാൻ ദൈവം ഒരു അവധി വെച്ചിരുന്നു, അത് കഴിഞ്ഞിരിക്കുകയാ. തലമുറയുടെ ഭാവി വിവാഹ വിഷയം ദൈവം ഒരു അവധി വെച്ചിരുന്നു, ഒരു സമയം വെച്ചിരുന്നു, അത് കഴിഞ്ഞിരിക്കുകയാ. ഇതുപോലെ ഏതൊക്കെ വാഗ്ദാനങ്ങൾ കേട്ടിട്ടുണ്ടോ, ഏതൊക്കെ അരുളപ്പാടുകൾ കേട്ടിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ദൈവം ഒരവധി വെച്ചിരുന്ന കാലഘട്ടം. ദൈവത്തിൻ്റെ വൈതലേ, ചരിത്രം മാറുക, ആ കാലഘട്ടം മാറുക, ആ സമയം മാറി. ഇതാ അടുത്ത തലം, അവധി കഴിഞ്ഞിരിക്കുന്നു, അവധി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവം നൊടി നേരം കൊണ്ട് ഇനി പ്രവർത്തിക്കും. എൻ്റെ ദൈവം നൊടി നേരം കൊണ്ട് ഇനി ചലിക്കും. അതുകൊണ്ടല്ലേ ആ വാക്യത്തിലൊരു പദം പറയുന്നുണ്ട്, താമസിക്കത്തില്ല. മറ്റൊരു പദം പറയുന്നുണ്ട്, വൈകിയാലും. ഇതെന്ത് അർത്ഥമാക്കുമെന്ന് നാം ചിന്തിച്ചു പോകും. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമാക്കുക, വൈകുന്ന കാലഘട്ടം, വൈകിയാലും അത് ദർശനത്തിൻ്റെ അവധിയുടെ കാലഘട്ടമായിരുന്നു. പക്ഷെ അടുത്ത ദൂതിത, ഇനി താമസിക്കത്തില്ല. അവധി കഴിഞ്ഞാൽ താമസിക്കത്തില്ല. ഇന്ന് പല കുടുംബത്തോടി ദൂതടപെടുക, അവധി കഴിഞ്ഞുകൊണ്ട് ഇനി താമസിക്കത്തില്ല. വേഗത്തിൽ അത്ഭുതമുണ്ട്, വേഗത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്, വേഗത്തിൽ വിടുതലുണ്ട്. ഒട്ടും വൈകാതെ
ഒട്ടും താമസിക്കാതെ എൻ്റെ വിഷയത്തിൽ മറുപടിയുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം പകർന്ന ദർശനത്തിൻ്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. ഏതു നിമിഷവും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. ദൂത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഇതാ അത്ഭുതം വേഗത്തിൽ താമസമില്ലാതെ സംഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിക്കണം, ദൈവമക്കളെ അനുഗ്രഹിക്കണം. വചനം വിടുതലായി തീരട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട വചനത്തിൻ്റെ മർമ്മം കർത്താവേ താമസിക്കാതെ വേഗത്തിൽ ജീവിതങ്ങളിൽ വിടുതലും അനുഗ്രഹവും വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയും സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.